PM ശ്രീ പദ്ധതി നടപ്പിലാക്കുന്നതിന് കേന്ദ്ര സർക്കാരിൽ നിന്നും ഒരു ആനുകൂല്യവും കേരളം സ്വീകരിച്ചിട്ടില്ല എന്നുള്ള കാര്യം വ്യക്തമാക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്നും PM ശ്രീ പദ്ധതി നടപ്പിലാക്കുന്നതിനുള്ള വിഹിതം വാങ്ങിയതിൻ്റെ അടിസ്ഥാനത്തിൽ പദ്ധതിയിൽ നിന്ന് പിന്മാറുവാൻ സാധ്യമല്ല എന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ പ്രസ്താവന വസ്തുതകൾക്ക് നിരക്കുന്നതല്ല. വിദ്യാഭ്യാസ അവകാശ നിയമപ്രകാരം 2024 മുതൽ 2026 വരെ കേന്ദ്ര വിഹിതം നമുക്ക് നൽകേണ്ടത് 205 കോടി രൂപയാണ്. ആകെ SSKക്ക് നൽകേണ്ട വിഹിതം എന്ന് പറയുന്നത് 1158 കോടി രൂപയാണ്. കേന്ദ്ര വിഹിതം തടഞ്ഞു വച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അത് സംസ്ഥാന ഗവൺമെൻറ് ചിലവഴിക്കുന്ന സ്ഥിതിവിശേഷമാണ് ഉണ്ടായിരുന്നത്. കാരണം ടെക്സ്റ്റ് ബുക്ക്, യൂണിഫോം, അതുപോലെ SC/ST വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങൾ, അങ്ങനെയുള്ള അടിയന്തര ആവശ്യങ്ങളായതുകൊണ്ട് കേന്ദ്ര വിഹിതം തടഞ്ഞു വച്ച അവസരത്തിലും സംസ്ഥാന ഗവൺമെൻറ് ആ കുട്ടികളെ സഹായിക്കുന്നതിനുമുള്ള നിലപാട് സ്വീകരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. വിദ്യാഭ്യാസ അവകാശ നിയമപ്രകാരം നിർബന്ധമായും സംസ്ഥാനത്തിന് ലഭിക്കേണ്ട കാശ് ലഭിച്ചില്ല എന്നുള്ളതുകൊണ്ട് കോടതിയെ സമീപിക്കും എന്നുള്ള ഒരു നില വന്നപ്പോഴാണ് കേന്ദ്ര ഗവൺമെൻറ് വിഹിതം നൽകുന്നതിന് വേണ്ടി തയ്യാറായത്. ഒന്നാം ഘട്ടത്തിൽ 99 കോടി 27 ലക്ഷം രൂപ 2026 മാർച്ചിലും, രണ്ടാം ഘട്ടത്തിൽ മെയ് മാസം 20-ന് 106 കോടി രൂപയും നൽകുന്നതിന് വേണ്ടി തീരുമാനിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ മുഴുവൻ ഫണ്ട് നമുക്ക് റിലീസാക്കി നൽകിയിട്ടില്ല. ഫലത്തിൽ 205 കോടി രൂപ പാസ്സാക്കിയെങ്കിലും 99 കോടി 27 ലക്ഷം രൂപ മാത്രമാണ് ഇതുവരെ ലഭിച്ചിട്ടുള്ളത്. അതും ചില അഡ്ജസ്റ്റ്മെൻറ്റുകളും ഇതിന് വിധേയമാണ്. PM ശ്രീയും ഈ തുകയുമായി യാതൊരു ബന്ധവുമില്ല. ബഹുമാനപ്പെട്ട ഇതിനെ സംബന്ധിച്ചിടത്തോളം പ്രതികരിക്കുന്നവർ മനസ്സിലാക്കേണ്ടത് SSKയും PM ശ്രീ ഫണ്ടുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്നുള്ളതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. PM ശ്രീയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഗവൺമെൻറ് നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെടുന്ന ഒരു കാര്യവും കേരള സംസ്ഥാനം നടപ്പിലാക്കിയിട്ടില്ല. ഇതിവിടെ ഈ ലഭിച്ച കാശ് PM ശ്രീയുടെ കാശായതുകൊണ്ടാണ് പദ്ധതിയിൽ നിന്ന് പിന്മാറുന്നതിന് വേണ്ടി കഴിയാത്തതെന്നാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും മുസ്ലിം ലീഗിൻ്റെ മന്ത്രിമാരും സൂചിപ്പിക്കുന്നത്. PM ശ്രീ പദ്ധതി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നടപ്പിലാക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും അധികം വിമർശനങ്ങൾ ഉന്നയിക്കപ്പെട്ടത് UDF-ലെ കോൺഗ്രസും മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാരുമാണ്. എന്നാൽ അവരുടെ വാദം തെറ്റാണ്. 2026 മെയ് മാസം അനുവദിച്ച 106 കോടി രൂപ SSKക്ക് ഫണ്ടുണ്ടെന്ന് കൃത്യമായിട്ടുള്ള രേഖയാണിത്, കൂടിയ രേഖയാണ്. അതുപോലെ തന്നെ 2026 മാർച്ചിൽ 99 കോടി 27 ലക്ഷം രൂപ SSKക്ക് വേണ്ടി അനുവദിച്ചതിൻ്റെ രേഖയാണ്. ഈ രണ്ട് രേഖയും ഞാൻ മാധ്യമങ്ങളുടെ മുന്നിൽ പ്രദർശിപ്പിക്കുകയാണ്. അപ്പോൾ അത് ഇത് പറഞ്ഞാൽ മാത്രം മതിയാവും. എങ്കിൽ തന്നെയും ഈ രണ്ട് തെളിവ് കൂടി, രേഖയും കൂടി ഞാൻ ഉന്നയിക്കപ്പെടുകയാണ്. അതുകൊണ്ട് PM ശ്രീക്ക് വേണ്ടി ഫണ്ട് വാങ്ങി എന്നുള്ള തെറ്റായ പ്രചരണം അത് അവസാനിപ്പിക്കണം. അതിൻ്റെ രേഖകൾ ഇതാണ് പറയുന്നത്. ഈ മന്ത്രിമാരും ബഹുമാനപ്പെട്ട മറ്റു ആൾക്കാരും പറയുന്നത് തന്നെ നമ്മുടെ ഒരു ഗവൺമെൻറ്റിൻ്റെ സത്യസന്ധതയെ ബാധിക്കുന്ന പ്രശ്നമാണെന്നുള്ള കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഇതിൽ സമഗ്ര ശിക്ഷയുടെ ഒരു മീറ്റിംഗാണ്. ആ മീറ്റിങ്ങിൽ PM ശ്രീയിൽ കേരളം ബാക്കി എല്ലാ കാര്യങ്ങളും കേരളം SSKയുടെ കാര്യത്തിൽ ഞാൻ ആ പച്ചമഷിയിട്ട് മാർക്ക് ചെയ്തിട്ടുള്ളതിൽ എല്ലാ കാര്യങ്ങളും നമ്മൾ 100% സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. പക്ഷേ PM ശ്രീയുടെ ഒപ്പിടാത്തതുകൊണ്ട് ഫണ്ട് തരില്ല എന്നുള്ള നിലപാടാണ് അന്നും അവർ സ്വീകരിക്കുന്നതിന് വേണ്ടി തയ്യാറായത്. അപ്പോൾ നമ്മൾ കേന്ദ്ര ഗവൺമെൻറ് കേരളത്തോട് കാണിക്കുന്ന ഈ അവഗണനയ്ക്കെതിരെ ഒരുമിച്ച് നിന്ന് പോരാടേണ്ട സമയമാണ്. എന്ന് മാത്രമല്ല, ഇതിന്ന് പിന്നെ വച്ചിട്ടുള്ള എഗ്രിമെൻറ്റിൽ നിന്ന് പിന്മാറുന്നതിന് വേണ്ടി ഒരു തടസ്സവുമില്ല. ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് നിയമാനുസരണം കേരള സംസ്ഥാനത്തിന് നൽകേണ്ട കോടിക്കണക്കിന് രൂപയുടെ ഫണ്ട് തരുന്നില്ലല്ലോ. അതിന് ഒരു ബുദ്ധിമുട്ട് ഉണ്ടാകുന്നില്ലല്ലോ. അതിനേക്കാൾ വലുതാണോ ഈ PM ശ്രീയിൽ ഉൾപ്പെടുന്നതിനെ സംബന്ധിച്ചിടത്തോളം? 85 ലക്ഷം മുതൽ 1 കോടി രൂപ വരെയാണ് തരുന്നത്. 265 സ്കൂളുകളാണ് ഉള്ളത്.
നമ്മൾ അതിൻ്റെ ഒരു നടപടിക്രമങ്ങൾ ഇതുവരെ തുടങ്ങിയിട്ടില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എങ്ങനെയാണോ ഇത് ക്യാപ്റ്റൻ അബേൻസിൽ വെക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചത്, ആ തീരുമാനവുമായി മതേതരത്വത്തിൽ വിശ്വസിക്കുന്ന ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം കേരളത്തിൽ വരണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അവർക്ക് തുടർന്നുകൊണ്ട് പോകാം. BJP-യുമായിട്ട് ഒത്തുതീർപ്പുണ്ടാക്കണം എന്നുള്ള ആഗ്രഹമുണ്ടെങ്കിൽ അവർക്ക് ഈ PMC പദ്ധതിയും നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയും നടപ്പിലാക്കുന്നതിനുള്ള തീരുമാനം എടുക്കാം. അങ്ങനെ തീരുമാനം എടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു വഴിയാണ് ഇന്നിപ്പോൾ ക്യാബിനറ്റിൻ്റെ സബ് കമ്മിറ്റിയെ നിയോഗിച്ചിരിക്കുന്നത്.